എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ അസ് ടു ഗെറ്റ് ടയേർഡ് ആൻഡ് ഷട്ട് അപ്പ്. കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിക്കോളും. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ വിചാരിക്കണം അന്ന് നിർത്താം, പിന്നെ പക്ഷെ യു ഗെറ്റ് ബാക്ക് അപ്പ് ഓൺ യുവർ ഫീറ്റ്. അതെന്താണെന്നുള്ള അതെങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് കിക്കിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് അങ്ങനെ ഐ വുഡ് ലൈക്ക് മീ ടു ബി എ സർവൈവർ, ലൈക്ക് ഫൈറ്റർ തന്നെയാണ് വിശ്വസിക്കണത് ഞാൻ. ബിക്കോസ് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമല്ലോ. ഫെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നമ്മൾ ആൾക്കാർ പറയും നമ്മുടെ അടുത്ത് ബി സ്മാർട്ട് അബൌട്ട് ഇറ്റ്, സബ്വേർട്ട് ദ സിസ്റ്റം. പറ്റിക്ക് സിസ്റ്റത്തിനെ, അല്ലാതെ സിസ്റ്റം മാറാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ സിസ്റ്റത്തിനെ പറ്റിക്കണം, നമ്മൾ തന്നെ മാറി നമ്മൾ സിസ്റ്റത്തിനെ പറ്റിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ സ്മാർട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മനല പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആസ് എ ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ then it doesn't make any sense. But I think I'm communicating to a lot of women at least. അതെനിക്ക് ഉറപ്പുള്ള സംഭവമാണ്. ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ നടിച്ചാലും മനസ്സിലാവുന്നവരും എന്നെ മനസ്സിലാക്കുന്നതിനേക്കാളും ഉണ്ടല്ലോ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പെയിനിൽ നിന്നുണ്ടാവുന്ന ഒരു സാന്ത്വനം ഉണ്ടല്ലോ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഭാർഗവി ചെയ്യുമ്പോൾ ആ ഒരു കളക്റ്റീവ് പെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഭാർഗവി ചെയ്യുമ്പോൾ. എന്നിട്ട് ആൾക്കാർ പറയും എന്താ ഇവിടെ സമാധാനം ഇല്ലാത്ത എന്നാണ് ചോദ്യം. 50% ഓഫ് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഇപ്പോൾ മോർ ദാൻ 50% വരുന്ന സ്ത്രീകളെല്ലാവരും പല രീതിയിൽ they're not even themselves, they're ചെതറിക്കെടുക്കുകയാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായ ചേർത്ത് പിടിക്കലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എനിക്ക് WCC. അതായത് ആ ഇൻസിഡൻറ്റ് നടന്നതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞ് ഇത്രയും കാലം ഉണ്ടായല്ലോ. ഞങ്ങളെല്ലാവരും പല രീതിയിലുള്ള പ്രൊഫഷണൽ ഹിറ്റ്സ് എടുത്തവരാണ്. ഇന്നലെ വരെ ബീൻ ചേച്ചിയായിട്ടൊക്കെ ഞാൻ സംസാരിക്കായിരുന്നു. ഇന്ന് ചലച്ചിത്ര അക്കാദമിയിൽ ബീൻ ചേച്ചി എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊക്കെ തമാശയ്ക്ക് പറയും കിം കിഡുക്കിന്റെ വീടിന്റെ മുന്നിൽ ബീന ചേച്ചി ഈ വീടിന്റെ ഐശ്വര്യം എഴുതിയിട്ടുണ്ടാവും. കിം കിഡുക്ക് ഞെട്ടിയുണ്ടാവും കേരളത്തിൽ വന്നിട്ട്. ഇവിടെയുള്ള ഇത്രയധികം മലയാളികൾ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ടുണ്ടെന്ന് മൂപ്പര് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വ്യൂയിങ് കൾച്ചർ തന്നെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബീൻ ചേച്ചിയൊക്കെ ഇന്ന് എവിടെയാണെന്നുള്ളതൊക്കെ ചോദ്യമാണ്. അങ്ങനെ പല രീതിയിലും ഉള്ള പെയിനിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ഇടയിൽ അതെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ സ്പേസിൽ സ്ത്രീകൾ ഒരു സംഘടന ഉണ്ടാക്കി എങ്ങനെ പ്രവർത്തിക്കണം എന്നൊന്നും ഒരു ബോധമില്ലാത്ത കുറേ ആൾക്കാർ കൂടിയിട്ടാണല്ലോ WCC. അങ്ങനെ ഒരു സജിത ചേച്ചിക്ക് ഉണ്ടാവാം, ദീദിക്ക് ഉണ്ടാവാം, ഒരു ബീൻ ചേച്ചിക്ക് ഉണ്ടാവാം. അല്ലാതെ ഞങ്ങളെല്ലാവരും ഭയങ്കര സെക്ലൂഡഡ് ആയിട്ടുള്ള സ്പേസസിൽ അങ്ങനെ ഇരുന്ന് നമ്മളൊരു ഇങ്ങനെ ഒരുമിച്ച് വന്ന് നമ്മളൊരു കളക്റ്റീവ് തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ സ്ട്രഗിൾസും എല്ലാ കോംപ്ലിക്കേഷൻസും അതൊക്കെ അതിജീവിച്ച് ഇന്നും ഉണ്ടാവുന്ന ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അതെനിക്ക് ദാറ്റ് ഈസ് വൺ ബിഗ് part of my art, my masterpiece that I was talking about earlier.